തെരഞ്ഞെടുപ്പ് വാഗ്ദാനം എന്നോണം ഇത് പ്രകടന പത്രികയിൽ മുന്നോട്ട് കൊണ്ടുവരുന്നു. അത് മുഖം രക്ഷിക്കാൻ നടപ്പിലാക്കിയേ മതിയാകുകയുള്ളൂ. പക്ഷെ അവിടെയാണ് യഥാർത്ഥത്തിലുള്ള ചില കള്ളക്കളികൾ നടക്കുന്നുണ്ട് എന്നുള്ള വിമർശനങ്ങൾ ഉയരുന്നത്. അതായത് ഈ സർവീസ് നടത്തുന്ന ഭൂരിഭാഗം ഓർഡിനറി ബസ്സുകളെയും സൗജന്യ സർവീസിന്റെ പരിധിക്ക് പുറത്തേക്ക് KSRTC മാറ്റി എന്നുള്ള ചില വിവരങ്ങൾ കൂടി വരുന്നുണ്ടല്ലോ. തിരുവനന്തപുരത്തെ നഗരമേഖലകളിൽ അടക്കം സർവീസ് നടത്തുന്ന ഇലക്ട്രിക് ബസ്സുകളെയും കൂട്ടത്തോടെ ഈ സിറ്റി ഫാസ്റ്റ് ഗണത്തിലേക്ക് മാറ്റി സൗജന്യ സർവീസുകളുടെ എണ്ണം പരമാവധി വെട്ടിച്ചുരുക്കുന്ന ഒരു കള്ളക്കളിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണല്ലോ പ്രശാന്ത് വിമർശനം ഉയരുന്നത്. എന്താണ് അതിലെ വാസ്തവം? രോഹിണി, നമുക്കറിയാം, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിൽ ഒരു സൗജന്യ യാത്ര സംഘടിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ സൗജന്യ യാത്ര നടപ്പിലാക്കുമ്പോൾ അത് വലിയ അധിക ബാധ്യത സർക്കാരിന് ഉണ്ടാക്കി തീർക്കും. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ഓർഡിനറി സർവീസിലേക്ക് ചില മാനദണ്ഡങ്ങൾ മുന്നോട്ട് വെച്ചത്. ആ മാനദണ്ഡം എന്ന് പറയുന്നത് മുഴുവൻ KSRTC ബസ്സുകളിലും സൗജന്യ യാത്ര നടപ്പിലാക്കുന്നത് പ്രായോഗികമല്ല എന്ന് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ മാനദണ്ഡം മുന്നോട്ട് വെച്ചത്. അത് ഓർഡിനറി സർവീസുകളാണ്. ഓർഡിനറി സർവീസുകളിലേക്ക് യാത്ര ചുരുക്കുക എന്ന നിലയിലേക്കാണ് സർക്കാർ ഇപ്പോൾ എത്തിയത്. തെരഞ്ഞെടുപ്പിൻ്റെ വാഗ്ദാനം പ്രകടന പത്രികയിൽ പറഞ്ഞ കൊട്ടിഘോഷിച്ച് നടപ്പിലാക്കിയ ആ പ്രകടന പത്രികയിലെ വാഗ്ദാനം നടപ്പിലാക്കുക മാത്രമാണ് നിലവിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ചെയ്തത്. എന്തായാലും ഇതിൻ്റെ ഭാഗമായിട്ട് ഓർഡിനറി ബസ്സിലേക്ക് ഈ യാത്ര സൗജന്യ യാത്ര നടപ്പിലാക്കുമ്പോൾ ഈ മുഴുവൻ വരുന്ന ഓർഡിനറി ബസ്സുകളും ആ ഓർഡിനറി ബസ്സുകളിലേക്കും യാത്ര വരുന്നത് വലിയ നഷ്ടമുണ്ടാക്കുമെന്നാണ് ഇപ്പോൾ വിലയിരുത്തൽ വന്നിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഇലക്ട്രിക് ബസ്സുകളിലടക്കം സിറ്റി ഫാസ്റ്റ് എന്ന ഒരു ഗണത്തിലേക്ക് മാറ്റിക്കൊണ്ട് അവിടെ അതിൽ ഇത്തരത്തിൽ ലേബലുകൾ പതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ മാറ്റിക്കൊണ്ട് വ്യാപകമായിട്ട് ഈ സിറ്റി ഫാസ്റ്റ് മാറ്റിക്കൊണ്ട് ഈ ഓർഡിനറി ഗണത്തിൽ നിന്നും സിറ്റി ഫാസ്റ്റിലേക്ക് മാറ്റുകയും അതോടൊപ്പം തന്നെ ഓർഡിനറി സർവീസിൻ്റെ ഗണം അത് ചുരുക്കുകയും ചെയ്യുന്നു, അതിൻ്റെ എണ്ണം ചുരുക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ എണ്ണം ചുരുക്കിക്കൊണ്ട് പരിമിതമായിട്ടുള്ള എണ്ണത്തിലേക്ക് ഈ ഓർഡിനറി സർവീസ് മാറ്റുക എന്നൊരു ലക്ഷ്യം കൂടി ഇപ്പോൾ നടന്നു വരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതും വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾക്കിടയാക്കുന്നു. എന്തായാലും ഈ തുടക്കത്തിൽ തന്നെ, അതായത് ഈ പ്രകടന പത്രികയിൽ ഈ കാര്യം പറഞ്ഞപ്പോൾ തന്നെ പ്രതിപക്ഷമായാലും ശരി BJP ആയാലും ശരി ഉന്നയിച്ച കാര്യമുണ്ട്. കാരണം ഇത് പ്രായോഗിക തലത്തിൽ നടപ്പിലാക്കി എടുക്കുക വലിയ ബുദ്ധിമുട്ടാണ്. കാരണം സാമ്പത്തിക പ്രതിസന്ധി KSRTCയെ സംബന്ധിച്ചിടത്തോളം വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഇത് അപ്രായോഗികമാണെന്നാണ് BJP അടക്കമുള്ളവർ നേരത്തെ തന്നെ പറഞ്ഞത്. അത് ഏകദേശം ആ ആരോപണങ്ങളെല്ലാം പ്രതിപക്ഷത്തിൻ്റെ ആയാലും ശരി BJPയുടെ ആയാലും ശരി ആരോപണങ്ങൾ ശരിവെക്കുന്നതാണ് നിലവിൽ സർക്കാരിൻ്റെ ഭാഗത്ത് ഈ സിറ്റി ഫാസ്റ്റ് എന്ന നിലയിലേക്ക് ഓർഡിനറി ബസ്സുകളെ മാറ്റുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും തുടർന്ന് ഇനി എത്ര കാലം ഈ സൗജന്യ യാത്ര ഉണ്ടാകുമെന്നത് അടക്കമുള്ള കാര്യം ചോദ്യചിഹ്നമായിട്ട് ഉയരുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും അല്പസമയത്തിനുള്ളിൽ 8:30 മണിയോടുകൂടി തന്നെ ഇതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം തിരുവനന്തപുരത്ത് സെൻട്രൽ ബസ് ടെർമിനലിൽ നടക്കും. മുഖ്യമന്ത്രി VD സതീശൻ ആണ് ഉദ്ഘാടനം ചെയ്യുക. എന്തായാലും അതിനുള്ള കാത്തിരിപ്പിലേക്കാണ്. തുടർന്ന് കണ്ടറിയാൻ വല്ലാത്ത കളികൾ അല്ലെ മുഖം രക്ഷിക്കാൻ നടപ്പിലാക്കിയേ മതിയാകുകയുള്ളൂ. എന്നാൽ കനത്ത നഷ്ടം, സാമ്പത്തിക നഷ്ടമൊക്കെ ഉണ്ടാകുന്നു. KSRTCയും സർക്കാരും രണ്ട് തട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. മുൻകൂറായി പണം വേണമെന്ന് KSRTC ആവശ്യപ്പെടുന്നു. അതല്ല, എത്രയാണ് നഷ്ടം അത് ഞങ്ങൾ നികത്തുമെന്ന് സർക്കാർ പറയുന്നു. അങ്ങനെ അവിടെ പൊരിഞ്ഞാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് സ്വകാര്യ ബസ് ഉടമകളുണ്ട്, അവരുടെ വയറ്റത്തടിച്ചുള്ള നടപടി എന്ന് പറഞ്ഞ് അവരും ഇടഞ്ഞു നിൽക്കുന്നു എന്നുള്ളതും മറ്റൊരു വസ്തുത. അതോടൊപ്പം തന്നെ ഇതിൽ ഏറ്റവും പ്രധാനമായും ചൂണ്ടിക്കാട്ടേണ്ടത് ഇതിലൊരു സ്റ്റിക്കർ പതിക്കും അല്ലെ, പ്രിയദർശിനി. ഇനിയിപ്പോൾ ആ സ്റ്റിക്കർ മാത്രമല്ല, ഒരുപക്ഷെ ഇന്ന് സിറ്റി ഫാസ്റ്റ് എന്നുള്ള ഒരു സ്റ്റിക്കർ വരും, സിറ്റി റൈഡ് എന്നുള്ള സ്റ്റിക്കർ വരും. ഈ സ്റ്റിക്കർ എല്ലാം നോക്കി വേണം നമ്മൾ സൗജന്യ യാത്രയ്ക്ക് ബസ്സിനെ തെരഞ്ഞെടുക്കാൻ എന്നുള്ളതാണ് അല്ലേ. ഇത് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ട കാര്യമാണ്.